ബ്രാൻഡഡ് ഡ്രസ്സാണ്. മാത്രമല്ല ഈ ജാക്കറ്റിന് 3 ലക്ഷം ഉണ്ട്. ഈ എമൗണ്ടിൽ ഒരു സാധാരണക്കാരൻ അവന്റെ കല്യാണം നടത്തും. വാട്ട്? അതെ. ഞാനിടുന്നൊരു ജാക്കറ്റ് കൊണ്ട് ഒരു സാധാരണ ആളുടെ കല്യാണം നടത്തുന്നു. അപ്പൊ എന്റെ വാച്ചസ്, ഗ്ലാസസ്, ബാഗ്സ് എല്ലാം വെച്ച് അവരെന്തൊക്കെ ചെയ്യും? ഇന്ത്യയിൽ ഡെവലപ്പ് ആവാത്ത ഒരുപാട് വില്ലേജ് ഉണ്ട് സാർ. ആ പൈസ വെച്ച് വില്ലേജ് ഡെവലപ്പ് ചെയ്യാം സാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോ ഫെസിലിറ്റി, നോ ലക്ഷറി, ആൻഡ് ഓൾസോ നോ മണി, നോ ക്രെഡിറ്റ് കാർഡ്, നോ എക്സ്പെൻസീവ് ഡ്രസ്. ഫ്ലൈറ്റിലെ എക്കണോമി പോലും ഇതാണ്. എക്കണോമിയോ? ഡൂഡ്, ആർ യു സീരിയസ്? ഞാൻ എന്തെങ്കിലും ട്രെയിനിങ്ങിനാണോ അതോ ടോർച്ചറിനാണോ പോകുന്നത്? സാർ, നിങ്ങൾ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വിക്രം സാർ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടല്ലോ. സാർ, നിങ്ങളുടെ വാലറ്റും ക്രെഡിറ്റ് കാർഡും തരൂ. താങ്ക് യു സാർ. ഞാൻ അച്ഛന്റെ മകനാണ് അച്ഛാ. എന്റെ പ്രീ പ്ലാനിങ് എക്സ്പെൻസിനും സേഫ്റ്റിക്കും ഞാൻ ഈ കാർഡ് എന്തായാലും കയ്യിൽ വെച്ചോളാം. അല്ല, കാർ എവിടെ? ഇതെന്താ? സാധാരണക്കാരന്റെ കാറാണ്. ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്? നോ വേ സാർ, നമ്മൾ പോകുന്നില്ല, നിങ്ങളാണ്. വാട്ട്? അതെ. ഈ ബില്യണറിന്റെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന തോന്നുന്നത്. ഓട്ടോ കാശ് 200 രൂപയായി. 200 രൂപ? സാർ, ശരിക്കും 300 രൂപയായിരുന്നു ഞാൻ ചോദിക്കേണ്ടത്. ഈ ചെറിയ പൈസക്ക് ഇത്ര ആലോചിക്കുന്നത് എന്തിനാ? എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 300 രൂപയുള്ള 300 രൂപയ്ക്ക് ഒരു കോഫി പോലും കുടിക്കാൻ പറ്റില്ല. ഞാനൊരു 3000 രൂപ. How are you, brother? I'm good. അയ്യോ, ഇതെന്താ കൈ ഇത്ര സോഫ്റ്റ്? ഇത്രയും സോഫ്റ്റ് കൈ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇയാള് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. ഈ ട്രെയിനിങ് ഒക്കെ ഇയാളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഏയ് ബ്രദർ, നിങ്ങളുടെ കൈ എത്ര ഡെലിക്കേറ്റ് ആണെന്ന് നോക്കട്ടെ. പിടിക്ക്. അയ്യോ ബ്രദർ, ഈ കൈയും വെച്ചോണ്ട് സ്പാനർ പിടിക്കാൻ പോയിട്ട് പുട്ടുണ്ടാക്കാൻ പോലും പറ്റില്ല. ഈ കൈ ഭയങ്കര സോഫ്റ്റ് ആണ്. എഞ്ചിൻ ഓയിലിൽ വർക്ക് ചെയ്ത ഇത് ബ്ലാക്ക് ആയി പോകും. ബ്രദർ, എന്റെ വൈഫിന്റെ കൈ നിങ്ങളെക്കാളും ഹാർഡാണ്. ശരിക്കും കേട്ടോ? വേഗം വരാൻ നോക്ക്, നമുക്ക് ഉള്ളിൽ പോവാം. വരൂ, ജോലി തുടങ്ങാം. എടാ, നിനക്ക് കാർ ഓടിക്കാൻ അറിയാവോ? ആ സർ. എടാ, ഡ്രൈവർ പണി. ഡ്രൈവറോ? എടാ, എന്റെ മോളുടെ കാർ ഓടിക്കാൻ പറ്റുമോന്ന്? ആ സർ, ഈ വർക്ക് എനിക്ക് ഓക്കെയാണ്. അപ്പ ശരി. മോനെ സിമ്രാനെ, ഇവന്റെ പേരാണ് അർജുൻ. എന്റെ കൂട്ടുകാരന്റെ മോനാ. അവരുടെ മെക്കാനിക്കിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാ. ഇവിടെയുള്ള ഒരു പണി അവൻ അറിയാൻ പാടില്ല. ഒരു കിഴങ്ങൻ. പക്ഷെ ഇന്നു മുതൽ നിന്റെ കാറ് ഇവൻ ഓടിക്കും. പുതിയ ഡ്രൈവറെ നിനക്ക് ഇഷ്ടമായോ മോളെ? എങ്ങനെയുണ്ട്? ഓക്കെ അച്ഛാ, എനിക്ക് ഓക്കെയാ. ഇയാളെ ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്യുവാണെങ്കിൽ ഇയാളുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കാണുമല്ലോ അല്ലേ? അയ്യോ, உன்னதாயா சவுத் டெல்லியில இருக்க சில்பில் கஃபேக்கு நான் போகணும். கூட்டு போ. உன்னோட டிரைவிங் ஸ்கில்ஸ் எப்படி இருக்குன்னு நானும் செக் பண்றேன். போலாம். താങ്ക് യു സർ. நிதானமா ஓட்டுப்பா, பார்த்து ஜாக்கிரதை. ഇതാണോ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽ? ആദ്യത്തെ ദിവസം തന്നെ ആക്സിഡന്റ് ആയി. എടാ, പുറത്തേക്ക് വേടാ. നീയല്ലേ ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കിയത്? പോയി നീ തന്നെ സോൾവ് ചെയ്യ്. ചെല്ല്. ഡോ, എന്താന്ന് പോയി നോക്ക്. ഏയ്, ഇവിടെ എന്താ പ്രശ്നം? ഗ്ലാസ് എടുത്ത് നീ അകത്ത് പോയിരിക്കേ, ഞാൻ വരാം. പുറത്തേക്ക് വാ. സർ, ആക്ച്വലി കാർ ഈ സൈഡിൽ നിന്നായിരുന്നു വന്നിരുന്നത്. ഓട്ടോ ആ സൈഡിൽ നിന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല സാർ. അതൊക്കെ ഇവിടെ ലൈസൻസ് എടുക്ക. സാർ, ഇത് എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ആരുടെ ഭാഗത്താ തെറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞോളാം. ലൈസൻസ് എടുക്ക. ഇത് UK ലൈസൻസ് ആണ്. നീ ഒരു ഫോറിനർ ആണോ? ഞാൻ ഒരു NRI ആണ് സാർ. NRI. ഞാൻ നിന്റെ മാമനോ കൂട്ടുകാരനോ വല്ലാണോ തമാശ പറയാൻ? ഒരടി തന്നെ നിന്നെ ഇവിടെ കാണില്ല. നിന്റെ റിയൽ ID കാണിക്കേ.
ലിറ്ററലി സാർ ഇത് ഒറിജിനൽ UK ലൈസൻസ് ആണ്. നീ ഒരു ടെററിസ്റ്റ് സാർ അല്ലേ? ഞാൻ പറയുന്നൊക്കെ സത്യമാണ്. ഞാൻ ഇവിടെ എങ്ങനെ ഡ്രൈവ് ചെയ്യാനാ? ഇവിടെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ്. ഏയ് ഇവിടെ വാ. നടക്കങ്ങോട്ട് സോറി സാർ, ഇത് എന്റെ തെറ്റല്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. വാ സാർ, ഇത് ഫേക്ക് ലൈസൻസ് ആണ്. ഒറിജിനല്ല. അവനെ വിട്ടേക്ക്. താങ്ക് യു സാർ. നിങ്ങക്ക് പോകാം. ഒരു മിനിറ്റ് നിൽക്ക്. യെസ് സാർ. ഞാൻ നിങ്ങളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടാന്ന് ഓർമ്മ കിട്ടാൻ? ആ, TV-യിലാണ്. മിസ്റ്റർ വിക്രം മഹേന്ദ്രയുടെ മോനല്ലേ നിങ്ങൾ? ഒരു ബിസിനസ്മാൻ. പ്ലീസ് സാർ. ഗേൾ ഫ്രണ്ട് ആണോ? അതെ സാർ. വയ്ക്കോ. താങ്ക് യു സാർ. എന്തുപറ്റി? ലൈസൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനൊന്നുമില്ല. എന്റെ UK ലൈസൻസ് ഉണ്ട്. UK ലൈസൻസോ? നീ എപ്പോഴാ UK പോയത്? അതെ, ഒരു മിനിറ്റ്. എന്റെ അച്ഛൻ നിന്നെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നീ എങ്ങനെ UK പോയ? ആക്ച്വലി ഞാൻ ഉത്തരാഖണ്ഡിലാണ് എന്റെ കോഴ്സ് ഞാൻ ഫിനിഷ് ചെയ്തത്. അതവര് UK തെറ്റിദ്ധരിച്ച് പറഞ്ഞായിരിക്കും. ഓ അങ്ങനെ. UK എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡ്. അതേന്നെ. ഞാൻ വിചാരിച്ചു യുണൈറ്റഡ് കിങ്ഡം UK ആണെന്ന്. എന്ത് പറയാനാ മാഡം? ഒരുപക്ഷെ എന്റെ കയ്യില് UK ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കില്ലായിരുന്നു. ഞാൻ ഇവിടെ എന്തിനു വരണം? ഡ്രൈവറാണെങ്കിൽ പോലും അവിടെ നല്ല സാലറിയാ. ഡോണ്ട് വറി ഡ്രൈവറെ, നീ നന്നായിട്ട് ജോലി ചെയ്താൽ നിനക്ക് ഞാൻ നല്ല പൈസ തരാം. അപ്പൊ നമ്മൾ കഫേയിലേക്ക് പോവല്ലേ? യെസ് മാഡം.